4:20-നാണ് എണീറ്റത്. അപ്പോഴും ഉണ്ണി ഉറങ്ങാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ് പഠിക്കുന്നതാണിത്. ഒരു 4:20 തൊട്ട് 8 മണി വരെയൊക്കെ അപ്പോഴേക്കും അവൻ എണീക്കും. 8 മണി വരെയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെഡൊക്കെ റെഡിയാക്കി അവനുള്ള കുറുക്ക് തയ്യാറാക്കും. പിന്നെ അവനെ പ്ലേ മാറ്റിൽ കിടത്തുന്ന സമയത്ത് പറ്റുന്ന സമയത്താണെങ്കിൽ ഞാൻ നോട്ടും കൂടി ആ സമയത്ത് പ്രിപ്പയർ ചെയ്യും. പ്ലേ മാറ്റിലിരുന്ന് നോട്ട് പ്രിപ്പയറിങ് അത്ര എളുപ്പമല്ല. ചില സമയത്ത് അവൻ സഹകരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് പഠിക്കാനുള്ള നോട്ട്സ് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യും. അവൻ കളിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പം അതാണ്. കാരണം നോട്ടും പഠിത്തവും ഒരുമിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുൻപേ നോട്ട് തയ്യാറാക്കി വയ്ക്കും. അത് കഴിയുമ്പോഴേക്കും അവൻ്റെ കുറുക്ക് ചൂടാറാൻ വെച്ചത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇവന് കുറുക്ക് കൊടുക്കുക. 8 മണി തൊട്ട് പിന്നെ നമുക്ക് ഇവൻ്റെ കൂടെ തന്നെ പിന്നാലെ നടക്കേണ്ടി വരും. അല്ലാതെ പഠിക്കാൻ സമയമൊന്നും കിട്ടില്ല. പിന്നെ കുറുക്ക് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 9 മണി 9:30 ആകുമ്പോൾ ആപ്പിൾ കൊടുക്കാറുണ്ട്. അതൊന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉടച്ച് കയ്യിൽ കൊടുക്കും, വായിൽ വെച്ച് കൊടുക്കും. ആ നേരത്താണ് ഞാൻ ചായ കുടിക്കുന്നതും ചെറിയ വല്ല പാത്രങ്ങൾ കഴുകി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് മാഗി ആയിരുന്നു. കുറച്ചും കൂടി ഉണ്ടാക്കാൻ എളുപ്പം. അവനെ നോക്കാൻ ആ സമയത്ത് എളുപ്പമാണ് കുറച്ചും കൂടി. കാരണം അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. പിന്നെ കുറച്ച് നേരം കൂടി ഇടവിട്ട് കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ കുറുക്ക് കൊടുത്ത് അവസാനിപ്പിക്കുന്നത്. ഒറ്റ ട്രിപ്പിലെല്ലാം കഴിയില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടാണ് കുറുക്ക് കൊടുത്ത് അവസാനിപ്പിക്കുക. രാവിലെ റാഗിയാണ്, ഉച്ചയ്ക്ക് ഏതെങ്കിലും വെജിറ്റബിളും ചോറും കൂടി, വൈകിട്ട് പഴം, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് എൻ്റെ മാഗി ഒരുവിധം തയ്യാറായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറുക്ക് കൊടുത്തു കഴിഞ്ഞ പാത്രം ആ സമയത്ത് കഴുകി വയ്ക്കും. അത് കഴിഞ്ഞ് മാഗി ഞാൻ കഴിച്ചു. പിന്നെ അതിൻ്റെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. ബെഡ്ഷീറ്റ് മാറ്റി പിന്നെ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റൊക്കെ രാവിലെയാണ് എടുക്കുക. പിന്നെ അവൻ്റെ സ്നഗ്ഗി കഴിഞ്ഞതൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഡ്രസ്സ് കുളിച്ചിട്ട് മാറാനുള്ളതോട് തയ്യാറാക്കി വെച്ചു. അമ്മയാണ് അവനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് തയ്യാറാക്കി വെക്കുക, പ്ലേ മാറ്റിൽ ടോയ്സൊക്കെ മാറ്റുക, അതിൽ ചൂടുവെള്ളത്തിലിടാനുള്ളതുണ്ടെങ്കിൽ അതെടുക്കുക, ബാക്കിയുള്ളതോളൊക്കെ ഒതുക്കി വയ്ക്കുക. പ്ലേ മാറ്റ് എല്ലാ ദിവസവും ഒന്ന് തുടയ്ക്കും. കാരണം കുറുക്കിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ വീണിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ കുളിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുക. അവൻ്റെ തുണികൾ കഴുകാനിടുന്നത്, സ്നഗ്ഗി ഡിസ്പോസ് ചെയ്യുന്നത്, അതെല്ലാം അവൻ കുളിക്കുന്ന സമയത്താണ് ചെയ്യുക. പിന്നെ ഡെയിലി വാട്ടർ ബോട്ടിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഐറ്റംസും. പിന്നെ ആ സമയം കൊണ്ട് നമ്മളൊന്ന് അടിച്ചു വാരി പിന്നെ അവന് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വേവിച്ച് വെക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇന്ന് ബീട്രൂട്ടും ചോറും മുട്ടയുടെ ഉണ്ണിയായിട്ടാണ് കൊടുത്തത്. മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കൊടുത്തത്. അവനിപ്പോൾ 8 മാസം കഴിഞ്ഞു, 9 മാസമായി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് കൊടുക്കാറുണ്ട്. കഴിച്ചോളും, കുഴപ്പമില്ല. പക്ഷേ 2-3 ട്രിപ്പായിട്ടാണ് അത് കൊടുക്കാറ്. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞ് പാത്രവും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റുന്നതും ബാക്കി ചെയ്യാനുള്ളതുകൾ ടോയ്സ് ഇതിലിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ കുളി കഴിഞ്ഞ് അവനെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സൈഡ് ഇതേപോലെ തലോണം എന്തെങ്കിലും വെക്കും. അപ്പോൾ ആ സമയം കൊണ്ടാണ് എനിക്ക് ഒരു മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിച്ചത്. പിന്നെ ഒരു മുട്ടയുടെ ഉണ്ണിയാണ് അവന് വെജിറ്റബിളിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറ് ഉച്ചക്കലത്തെ ഫുഡിന്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവൻ ഉറങ്ങുന്ന സമയത്താണ് എൻ്റെ ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഉച്ചക്കലത്തെ ഫുഡ് ഉച്ചയായി. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് അവൻ എണീറ്റതിന് ശേഷമാണ് മിക്സി കാര്യങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. കാരണം ഉറക്കം കളയണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അത് റെഡിയായി, അത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അമ്മ അവനെ നോക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള നോട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും. കാരണം രാവിലെ 4:30 to 8 മണി ഫുൾ ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ പഠിക്കാൻ മാത്രമാണ് എടുക്കുക. അപ്പോൾ ബാക്കി നോട്ട് പ്രിപ്പറേഷനൊക്കെ അവൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്താണ് ചെയ്യുക. പിന്നെ ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക്. ഇത്രയാണ് ഒരു ഹാഫ് ഡേ.